എല്ലാ സുഹൃത്തുക്കൾക്കും ഹിൽ സ്റ്റാർ സ്റ്റഡി ടിപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാങ്ക് ആൻഡ് ഡെക്കറേറ്റീവ് ഫ്രെയിംവർക്കിൻ്റെ മൊഡ്യൂൾ 1ൻ്റെ അകത്തെ പാർട്ട് 4 ആണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നേച്ചർ ഓഫ് ലോ ഓഫ് കോൺട്രാക്റ്റ് ആണ് ചെയ്യുന്നത്. ലോ ഓഫ് കോൺട്രാക്റ്റിൻ്റെ നേച്ചർ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അതിൽ നമുക്കറിയാം എന്താ നേച്ചർ ഓഫ് കോൺട്രാക്റ്റ്. നമ്മൾ ഒരു നോട്ടിൽ നമുക്ക് ഷോർട്ട് നോട്ട്സും കൂടി എഴുതിപ്പോ അല്ലേ. അപ്പം ഇതിൽ ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ, എല്ലാ പോയിൻറ്റ്സ് ചെയ്യാനില്ല. നിങ്ങൾ ടെസ്റ്റ് ഒന്ന് വായിച്ച് ഓൺ വേർഡ്സ് ചെയ്താൽ ഓൺ വേർഡ്സിലേക്ക് കേട്ടോ. ലോ ഓഫ് കോൺട്രാക്റ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അനദർ ലോ. എന്താണ്? മറ്റ് ലോ വെച്ച് നോക്കുമ്പം ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻറ്റ് ഫ്രം അനദർ ലോ. ഇപ്പോൾ ലോ ഓഫ് കോൺട്രാക്റ്റ് എന്താണ് ഡിഫറെൻ്റ് ആണ് മറ്റു ലോയിനും കഴിഞ്ഞും. ഈസ് വൺ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത്. അടുത്ത യൂസിങ് ഗീവ് ആസ് എ നമ്പർ ഓഫ് ഡ്യൂട്ടീസ്. മറ്റ് ലോസുകൾ എന്തൊക്കെ നൽകും? നമ്പർ ഓഫ് റൈറ്റ്സ് ഓർ എന്താണ് ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ ലോ ഓഫ് കോൺട്രാക്റ്റിൽ അതുണ്ടോ? ഇല്ല. ബട്ട് ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡസ് നോട്ട് ഗിവ് യു സച്ച് എ ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് ഓർ ഡ്യൂട്ടീസ്. ഇറ്റ് കണ്ടെയ്ൻ ദ നമ്പർ ഓഫ് ലിമിറ്റിംഗ് പ്രിൻസിപ്പൽ വിച്ച് യു നീഡ് ടു ഫോളോ ഇഫ് യു വാണ്ട് ടു യുവർ അഗ്രിമെൻറ്റ് ഈസ് ടു വാലിഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് കോൺട്രാക്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു റൈറ്റ്സ് അല്ല ഡ്യൂട്ടീസ് ഒന്നും അല്ല പറയണേ. എന്താണ് പിന്നെ പറയിപ്പിക്കണേ? എത്ര ലിമിറ്റിംഗ് പ്രിൻസിപ്പൽസ് ഉണ്ടെന്നും അത് എന്തൊക്കെ പ്രിൻസിപ്പൽ യൂസ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ എഗ്രിമെൻറ്റ് വാലിഡ് കോൺട്രാക്റ്റ് ആയി മാറുള്ളൂ എന്നാണ് പഠിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി റൈറ്റ് ഇൻ പേഴ്സൺ ആൻഡ് റൈറ്റ്സ് ഇൻ റെം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം അല്ലേ. ജസ്റ്റ് ഇൻ റെം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻസ് റൈറ്റ് അഗെയിൻസ്റ്റ് ഓർ ഇൻ റെസ്പെക്റ്റ് ഓഫ് തിങ്സ് എന്നാണ് പറയുന്നത്. ഉദാഹരണം, ഇഫ് യു ഓൺ എ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ. ഇപ്പം നിങ്ങൾക്കൊരു ലാപ്ടോപ്പ് കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് ഇതാട്ടോ റൈറ്റ്സ് ഇൻ പേഴ്സൺ, റൈറ്റ്സ് ഇൻ റെം. നിങ്ങൾ സ്പെല്ലിംഗ് നോക്കിയതാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് എഴുതി പോകുന്നുണ്ട്. ആദ്യത്തെ സെൻറ്റൻസ് നമുക്ക് നോക്കാം. അപ്പോൾ എക്സാമ്പിളാണ് പറഞ്ഞിട്ട് ജസ്റ്റ് ഇൻ റെമിന് എക്സാമ്പിൾ നോക്കാം. അതിൻ്റെ മുകളിൽ എഴുതിയേക്കണേ ടെസ്റ്റ് വായിച്ച് നമുക്ക് കിട്ടൂല അത്. ഇഫ് യു ആണ് എ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ, ഒരു ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ നമുക്കുണ്ടെന്ന് വിചാരിക്കുക. യു ഹാവ് ഗോട്ട് എ റൈറ്റ് ടു സീ ദാറ്റ് നോ അതർ പേഴ്സൺ ഡിസ്റ്റർബ് യുവർ പൊസിഷൻ ഓർ എൻജോയ്മെൻറ്റ് ഓഫ് ദാറ്റ് കമ്പ്യൂട്ടർ. മറ്റൊരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ കമ്പ്യൂട്ടർ ഇങ്ങനെ എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഓണർഷിപ്പാണ് പറയാൻ പറ്റുമോ? നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അത് ആളുടെ അവകാശമാണ്, നിങ്ങളുടെയാണ് അല്ലേ. അല്ല മറ്റുള്ള ആർക്കും അതിൽ പൊസിഷൻ ഇല്ല അല്ലെങ്കിൽ ഓണർഷിപ്പ് ഇല്ല. ദിസ് ഈസ് എ റൈറ്റ് വിച്ച് ഈസ് ഏബിൾ അഗെയിൻസ്റ്റ് ദ ഓൾഡ് വേൾഡ്. ഇത് തന്നെയാണ് ഈ ഓൾഡ് വേൾഡിലും റൈറ്റ്സ് ഉണ്ടായത്. ഇൻ അതർ സിറ്റുവേഷൻസ് ദാറ്റ് ഓൾ അതർ ആർ അണ്ടർ ആൻ ഒബ്ലിഗേഷൻ നോട്ട് ടു ഡിസ്റ്റർബ് യുവർ പൊസിഷൻ. മറ്റുള്ളവരുടെ ഉത്തരവാദിത്തം എന്താ? നിങ്ങളെ ശല്യപ്പെടുത്താതിരിക്കുക, നിങ്ങളുടെ പൊസിഷനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക എന്നാണ് റൈറ്റ് ജസ്റ്റ് ഇൻ റം എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഇൻ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻ person is a right which is able against the particular person. ഉദാഹരണത്തിന് ഇഫ് യു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്, നിങ്ങളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണം. എന്താ ലാപ്ടോപ്പ് മേടിക്കാൻ വേണ്ടി ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ വിചാരിക്കാം ഇത് ഞാൻ മീ, ഇത് ഷോപ്പ് ഓണർ. നമ്മൾ ബിനോട് പറഞ്ഞു എനിക്ക് ലാപ്ടോപ്പ് വേണം. അപ്പോൾ ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്തല്ലോ. അപ്പം the shop the right or organization from the contract is applicable only the buyer and the seller under the agreement. എയും ബിയും സമ്മതിച്ചാൽ മാത്രമേ എന്താവുള്ളൂ, ഇവിടെ ഒരു കോൺട്രാക്ട് രൂപീകരിക്കപ്പെടുകയുള്ളൂ അല്ലേ. ഇവർ രണ്ടുപേരും മറ്റൊരാൾക്ക് വന്ന് ഈ റൈറ്റ്സ് എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. അപ്പം ഇവർക്ക് 2 പേർക്കുണ്ട്. ഇവിടെ മുകളിൽ ഈ എനിക്ക് മാത്രമായിരുന്നു അവകാശം. എനിക്കൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഓണർഷിപ്പ് ആർക്കാണ്? എനിക്കാ അല്ലേ. എന്നാൽ ഇവിടെ ആണെങ്കിലോ ഓണർഷിപ്പ് അല്ല, പൊസിഷൻ. നമുക്ക് എയും ബിയും കൂടി കോൺട്രാക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ. ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് നോട്ട് ദാറ്റ് കോൺട്രാക്ട് ക്രിയേറ്റ് ഓൺലി റൈറ്റ്സ് ഇൻ പേഴ്സൺ. ഞാൻ ഇവിടെ അത്യാവശ്യം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയതൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഓൺ വേർഡ്സ് വായിച്ചതിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ
അത് കൂടെ ഒന്ന് എഴുതുക കേട്ടോ. പ്രധാനമായിട്ട് ഓൺവേഡ്സിൽ ഏതായിരുന്നു ഓൺവേഡ്സ് എഴുതിക്കും കേട്ടോ. ഇനി അടുത്തൊരു ഇതാണ് നമ്മൾ ടെസ്റ്റിൽ പറഞ്ഞതാണ് ഓൾ കോൺട്രാക്റ്റ് ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ്സ്. എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെൻറ്റ്സ് ആണ്. ബട്ട് ഓൾ എഗ്രിമെൻറ്റ് ആർ നോട്ട് കോൺട്രാക്റ്റ്. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ, എന്താ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഒരു വൈഡ് ടേമാണ് അല്ലേ. കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നാരോ ഫീൽഡാണ്. അപ്പം എഗ്രിമെന്റ് കോൺട്രാക്റ്റ് ആയി മാറുക. എഗ്രിമെന്റ് അത് എൻഫോഴ്സിബിൾ ബൈ ലോ ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ, അതൊരു കോൺട്രാക്റ്റ് ആയി മാറുള്ളൂ. എൻഫോഴ്സിബിൾ ബൈ ലോ ഇല്ലെങ്കിലോ അത് എഗ്രിമെന്റ് ആയിട്ട് തന്നെ നിൽക്കൂലേ. അപ്പൊ എല്ലാ എഗ്രിമെന്റും എന്താവും? കോൺട്രാക്റ്റ് ആവില്ല. എല്ലാ കോൺട്രാക്റ്റും പക്ഷെ എന്താവും? എഗ്രിമെന്റ് ആവും അല്ലേ. നമ്മൾ പഠിച്ചു എഗ്രിമെന്റ് വെച്ചാൽ ഇറ്റ് ഈസ് എ വൈഡ് ടൈം ഇൻക്ലൂഡിങ് ബോത്ത് ലീഗൽ ആൻഡ് സോഷ്യൽ എഗ്രിമെന്റ്. ലീഗലും സോഷ്യലായ എഗ്രിമെന്റും ഉൾപ്പെടുന്നതാണ് എഗ്രിമെന്റ്. എന്നാൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നാരോ സെൻസ് ആണ്, വിച്ച് സ്പെഷ്യൽ ദാറ്റ് കോൺട്രാക്റ്റ് ഈസ് ഓൺലി ലീഗലി എൻഫോഴ്സിബിൾ എഗ്രിമെന്റ്. ലീഗലായിട്ട് എൻഫോഴ്സ് ചെയ്യുന്ന എഗ്രിമെന്റ് മാത്രമാണ് എന്താവുള്ളൂ, കോൺട്രാക്റ്റ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. അത് സെഷൻ 2 സബ്സെക്ഷൻ വെച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ? ആൻ എഗ്രിമെന്റ് എൻഫോഴ്സ് ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ്. നമ്മൾ ടെസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ പറയുന്നത്? ആൻ എഗ്രിമെന്റ് എൻഫോഴ്സ് ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. ഒരു എഗ്രിമെന്റ് എൻഫോഴ്സ് ബൈ ലോ വന്നാൽ മാത്രം അത് കോൺട്രാക്റ്റ് ചെയ്യാൻ പാടില്ല. therefore it is clear that all contracts are agreement. എല്ലാ കോൺട്രാക്റ്റ് എഗ്രിമെന്റ് ആണ്. അവർ എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്. എല്ലാ എഗ്രിമെന്റും കോൺട്രാക്റ്റ് അല്ല എന്നാണ് പറഞ്ഞത്. ബിക്കോസ് ആൻ എഗ്രിമെന്റ് ബിക്കം എ കോൺട്രാക്ട് ഓൺലി ഇഫ് ഇസ് ഇൻ കോർട്ട് ഓഫ് ലോ എന്നാണ് പറയുന്നത്. ആൻ എഗ്രിമെന്റ് ബിക്കം എ കോൺട്രാക്ട് ഓൺലി ഇഫ് ദ സാറ്റിസ്ഫൈ ദ എക്സ്ചേഞ്ച് ഫീച്ചേഴ്സ് ഓഫ് കോൺട്രാക്ട് വിച്ച് ഇസ് ലീഗൽ 1.3. Thus all the contracts are agreement but all agreements are not contract. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ്രിമെന്റ് നമ്മൾ സെഷൻ 10 പറഞ്ഞ കാര്യമില്ല, അതെല്ലാം ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഒരു കോൺട്രാക്റ്റ് ആവുള്ളൂ. അല്ലാതെ പക്ഷെ അതൊരു എഗ്രിമെന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി എഴുതി വെച്ചാണ് ലോ ഓഫ് കോൺട്രാക്ട് ഈസ് നൈദർ ദ ഓൾ ലോ ഓഫ് എഗ്രിമെന്റ് നോട്ട് ദ ഓൾ ലോ ഓഫ് ഒബ്ലിഗേഷൻ. ഇറ്റ് ഈസ് ദ ലോ ഓഫ് ദോസ് എഗ്രിമെന്റ് വിച്ച് ക്രിയേറ്റ് ഒബ്ലിഗേഷൻ ആൻഡ് ദോസ് ഒബ്ലിഗേഷൻ വിച്ച് ഹാവ് ദെയർ സോൾസ് ഇൻ എഗ്രിമെന്റ്സ്. The above statement from the famous English justice Sir John Salmon is very few words meaning out certain important features. A contract has 2 elements. ഒരു കോൺട്രാക്റ്റിന് എത്ര എലമെന്റ് ഉണ്ട്? 2 എലമെന്റ് ഉണ്ട്. നമ്മൾ നേരത്തെ വിളിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? എഗ്രിമെന്റും എൻഫോഴ്സിബിലിറ്റിയും ആണ് അല്ലേ. അതപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ ഭാഗത്തിൽ. ഇൻ ദ പ്രിൻസിപ്പൽ ഡിസിഷൻ ഇറ്റ് വാസ് സീൻ ദാറ്റ് ഓൾ എഗ്രിമെന്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്. എല്ലാ എഗ്രിമെന്റ്സും കോൺട്രാക്റ്റ് അല്ല, നമ്മളിപ്പോൾ പഠിച്ചു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്, എല്ലാ എഗ്രിമെന്റും കോൺട്രാക്റ്റ് അല്ല. therefore it is safe to conclude that law of contract is not the whole law. law of contract പറഞ്ഞാൽ മൊത്തത്തിലുള്ള ലോ അല്ല, എഗ്രിമെന്റ് മൊത്തത്തിലുള്ള ഇതല്ല. there are agreements which are not contract. എഗ്രിമെന്റ് കോൺട്രാക്റ്റ് അല്ലാത്തതാണ് എന്നാണ് പറയുന്നത്. the law of contract is not the whole law of obligation. law of obligation അല്ല law of contract. obligation refers to legal tie between the parties. This legal commission may not always originate from the contract. Such obligation may originate from our if this agreement create legal obligations or obligation from the agreement is obligation contract. ഇത് വെച്ച് കഴിഞ്ഞാൽ എഗ്രിമെന്റിലെ എൻഫോഴ്സിബിൾ എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കിവിടെ ഏതാ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ എഴുതുന്നു കേട്ടോ. കോൺട്രാക്റ്റ് ആവണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? C ഈക്വൽ ടു A പ്ലസ് E ആണ് അല്ലേ. ഇപ്പം എന്ന് വെച്ച് എഗ്രിമെന്റും E എന്ന് വെച്ച് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ്. എൻഫോഴ്സിബിൾ ബൈ ലോ എന്തൊക്കെയാണ്? നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിച്ചത്? സെഷൻ 10 കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആകാൻ വേണ്ടിയുള്ള കുറച്ച് ഫീച്ചേഴ്സ്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓർക്കാം. ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം, വേണ്ടവർ എഴുതിയെടുത്തോട്ടോ. പിന്നീട് ഒരു ഫ്രീ കൺസേൺ ഉണ്ടായിരിക്കണം. നമ്മൾ നേരത്തെ എഴുതിയാണ്, ഫ്രീ കൺസേൺ ഉണ്ടായിരിക്കണം. പിന്നെ കപ്പാസിറ്റി ഓഫ് പാർട്ടീസിന് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതൊക്കെ നമ്മൾ നേരത്തെ വഴി പറഞ്ഞിട്ടുണ്ട്, കാണാത്തവരൊന്ന് ജസ്റ്റ് കാണാം കേട്ടോ. പിന്നെ ലോഫുൾ കൺസിഡറേഷൻ ആയിരിക്കണം, ലോഫുൾ ഒബ്ജക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നോട്ട് എക്സ്പെൽ ഡിക്ലേർഡ് ടു ബി ഓൾഡ് ആയിരിക്കണം. അതുപോലെ തന്നെ 2 പാർട്ടീസ് ഉണ്ടായിരിക്കണം, അവർ തമ്മിൽ ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ലീഗൽ ഫോർമാലിറ്റി എല്ലാം ഫുൾഫിൽമെന്റ് ആയിരിക്കണം. സെൻസിറ്റിവിറ്റി ഓഫ് മീനിങ്ങും പോസിബിലിറ്റി ഓഫ് പെർഫോമൻസും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് എൻഫോഴ്സിബിലിറ്റി.
ഇനി അത് ഒരു എഗ്രിമെന്റ് ആണെങ്കിൽ നോക്കിയേ. എഗ്രിമെന്റ് ആണെങ്കിൽ എന്താ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? എ ഈക്വൽ ടു ഒ പ്ലസ് എ ആണ് അല്ലേ. ഈ എന്ന് വെച്ചാൽ ഈ എന്നാ എഗ്രിമെന്റ്, ഈ എന്നാ ഓഫർ അല്ലെങ്കിൽ പ്രപ്പോസൽ. ഇവിടെ അക്സെപ്റ്റൻസ്. അപ്പോൾ ഒരു ഓഫറും അക്സെപ്റ്റൻസും ഉണ്ടെങ്കിൽ എന്തായി? അത് എഗ്രിമെന്റ് ആയി മാറും അല്ലേ. അപ്പൊ നമുക്ക് വൈഡ് ടൈം ഉപയോഗിക്കാം. കോൺട്രാക്ട് ആണെങ്കിൽ എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം, ആ കൂടെ എൻഫോഴ്സിബിലിറ്റി ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ഈ പെണ്ണ് 10 രൂപയ്ക്ക് ഇപ്പം ഒരു ഉദാഹരണത്തിന് നമുക്കൊരു ഉദാഹരണം ഇവിടെ കേട്ടോ. എസ് എന്നൊരാൾ വൈ എന്നൊരാൾക്ക് ഒരു കാറ് കൊടുക്കുന്നു 1 ലക്ഷം രൂപയ്ക്ക്. ഇത് കോൺട്രാക്റ്റ് ആയില്ലേ. എന്താ? എസിന് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, എന്താ? വൈയുടെ കാരണം പൈസ മേടിക്കുക എന്നും, വൈക്ക് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്, റൈറ്റ്സ് ഉണ്ട്, എന്താ? എസിന്റെ കയ്യിൽ നിന്ന് കാർ മേടിക്കുക എന്നതും. ഇവർ കോൺട്രാക്റ്റ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. എന്നൊരു എഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എസും വൈയും തമ്മിലുള്ള ഇത് എടുത്തു വന്നു. എസ് ഹസ്ബൻഡും ഇത് വൈഫും ആണ് വിചാരിച്ചോ. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, വൈയോട് പറഞ്ഞു, എന്താ? ഞാൻ നിനക്ക് മാസം ഒരു 30,000 രൂപ വെച്ച് തന്നേക്കാം എന്ന് പറഞ്ഞു. ഒരു ഒബ്ലിഗേഷൻ എഗ്രിമെന്റ് ഉണ്ടാക്കി എന്ന് വെച്ചോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എസ് പറഞ്ഞ വാക്ക് പാലിച്ചില്ല, വൈക്ക് പൈസ കൊടുക്കാൻ തുടങ്ങിയില്ല. അപ്പൊ വൈ പോയി കോട്ടി ചെന്ന് പറഞ്ഞ, എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 30,000 രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞ് ഭാര്യ എന്ന ഭർത്താവിൻ്റെ എതിരെ കേസ് കൊടുത്ത വിജയിക്കുമോ? ഇല്ല. കാരണം എന്താ? ഇത് സോഷ്യൽ എഗ്രിമെന്റ് അല്ല, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എഗ്രിമെന്റ് ആണ്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ അവർ ഇതിലുള്ള എഗ്രിമെന്റ്സ് ആയതുകൊണ്ട് ഇതിലെ ലീഗൽ ഒബ്ലിഗേഷൻ ഇല്ല. അതുകൊണ്ട് എന്താവില്ല? അത് കോൺട്രാക്റ്റ് ആവില്ല, അത് എന്നാവും? എഗ്രിമെന്റ് ആവും അല്ലേ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം നമുക്ക് അടുത്ത ഭാഗത്തെ വീഡിയോയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് ഏതൊക്കെയാണെന്ന് പഠിക്കാം കേട്ടോ. പാർട്ട് 5 ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ്. ഇപ്പം നമ്മൾ കുറേ 2-3 ദിവസമായില്ലേ. ഇപ്പം ഇനി കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണാൻ സാധ്യത കുറവാണ്. കാരണം മഴയും ഇടിമിന്നലൊക്കെ ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ വീഡിയോ എടുക്കാൻ തൊട്ട് മുമ്പൊക്കെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തൊട്ട് മുമ്പൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ താമസങ്ങളൊക്കെ വരും. അപ്പം നമ്മുടെ വീഡിയോ സ്ഥിരം നമ്മുടെ ഒന്ന് ചാനൽ കയറി നോക്കോട്ടെ. രാവിലെ 9 മണിക്കും രാത്രി ഒരു 9 മണിക്കൊക്കെ ഇടയായിട്ട് നോക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഒന്ന് എടുത്ത് നോക്കുക, വീഡിയോസ് ഇടുന്നുണ്ടോ ഇല്ലയോ നോക്കാം. ഇനി അഥവാ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്ന ചില ദിവസങ്ങളിൽ നമ്മളത് അറിയിക്കാറുണ്ട്. ചില ദിവസം അതും എടുക്കാറില്ല, കാരണം നമുക്ക് നെറ്റ് എടുക്കാൻ പറ്റില്ലാത്ത സിറ്റുവേഷൻ ആയിരിക്കും മഴയിടിയൊക്കെ വന്ന്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ. ബൈ.